FCRA ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ പരിഗണനയ്ക്ക് വരില്ല. ലോക്സഭയുടെ അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്ന ബില്ല് ഇന്ന് രാജ്യസഭയിലെത്തും. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. മനു ഭരത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. മനു, FCRA ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ എത്തുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. എന്നാൽ ഇപ്പോൾ എത്തില്ല എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? FCRAയുടെ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ വരും എന്നായിരുന്നു നേരത്തെ ഒക്കെ ലഭിച്ചിരുന്ന സൂചനകൾ. പക്ഷേ ഇന്നത്തെ ലോക്സഭയുടെ അജണ്ടയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നിപ്പോൾ വ്യക്തമായി. നേരത്തെ തന്നെ ഈ ബില്ലിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് വിയോജിപ്പുകൾ വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സംഘടനകളുടെ പ്രതിനിധികളെല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുകയും അവരുടെ ആശങ്കകൾ അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ജനപ്രതിനിധികളും ഈ വിഷയം ഗൗരവമായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ധൃതി പിടിച്ചൊരു നീക്കം വേണ്ട എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടാനുള്ള ഒരു നീക്കമാണ് സർക്കാർ പ്രധാനമായും നടത്തുന്നത്. അത് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വന്ന ശേഷം JPCക്ക് വിടും എന്ന ഒരു നിലപാടായിരുന്നു സർക്കാരിന് ആദ്യം. പക്ഷേ ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അത് ഉചിതമായ സമയത്ത് ബില്ലിൽ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഏതായാലും ഇന്ന് ഈ ബില്ല് ലോക്സഭയിൽ വരാനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ്. അതേസമയം രാജ്യസഭ ഇന്ന് മറ്റൊരു പ്രധാന ബില്ല് കഴിഞ്ഞ ദിവസം ലോക്സഭ പാസ്സാക്കിയിരുന്നു. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കുന്നതാണ്. അതിന്ന് രാജ്യസഭയും ഈ ബില്ല് ഇന്ന് പാസ്സാക്കും. അപ്പോൾ അതോടുകൂടി അത് നിയമപരമായി നിലവിൽ വരികയും ചെയ്യും. മറ്റൊരു സുപ്രധാനമായ വിഷയം, അമിത്ഷാ പാർലമെൻറ്റിലെത്തി മറുപടി പറയണം എന്ന നിലപാട് പ്രതിപക്ഷം കൂടുതൽ കടുപ്പിക്കുകയാണ്. ഇന്നും സഭ പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെ ഇതിൽ അമിത്ഷാ വന്ന് മറുപടി പറയാം എന്നൊക്കെ തന്നെ ഭരണപക്ഷം വ്യക്തമാക്കിയിരുന്നെങ്കിലും പ്രതിപക്ഷം അത് വിശ്വാസത്തിലെടുത്ത മട്ടില്ലാതെ കഴിഞ്ഞ ദിവസവും സഭ സ്തംഭിപ്പിക്കുന്ന സാഹചര്യമാണ് കണ്ടത്. അപ്പോൾ ഇന്നും സമാനമായ രീതിയിൽ ഒരു പ്രതിഷേധമുണ്ടാകും. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം നാളെയോടുകൂടി സമാപിക്കുകയാണ്. കഴിഞ്ഞ 20-ന് ആരംഭിച്ച ഈ വർഷകാല സമ്മേളനം ഇത്രയും ദിവസം പിന്നിട്ട് ഈ 13-ാം തീയതി അവസാനിക്കുമ്പോൾ ഇത് കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്ന ഒരു പരാമർശം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഒരു ദിവസം പോലും സഭയ്ക്ക് വ്യക്തമായി സമ്മേളിക്കാനോ കാര്യമായി ചർച്ചകൾ നടത്താനോ കഴിഞ്ഞിട്ടില്ല. പല പ്രധാന ബില്ലുകളും ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കുന്ന സാഹചര്യമാണ്, ചർച്ചയില്ലാതെ പോകുന്നൊരു സാഹചര്യമാണ്. ഇതിനെ പറ്റി ലോക്സഭാ സ്പീക്കർ ഓം ബിർള തന്നെ വൈകാരികമായുള്ള ചില പ്രതികരണങ്ങൾ നടത്തുകയാണ്. മനു ഭരത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.